എവിടെ പോയാലും കൊട്ടാരക്കര ജംഗ്ഷനിൽ പോയാൽ നിങ്ങൾ എത്ര മണിക്കൂർ ചിലപ്പം കിടക്കേണ്ടി വരും. സിഗ്നൽ വന്നത് ഒരു നല്ല കാര്യമാണ്. ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ ഒഴിവാക്കും. പിന്നെ ഇപ്പം പഴയതുപോലെയല്ല, ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ ചട്ടക്കോണത്ത് ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ വരുന്ന പോകുന്നതൊക്കെ ഇപ്പോൾ ഈ സിഗ്നൽ വന്നതിന് ശേഷം അറിയുന്നത്. താഴ്ന്നു വരുന്ന വണ്ടികൾ ചിലപ്പോൾ സിഗ്നൽ ആവുന്നതിന് മുമ്പിനെ എടുത്ത് കയറി പോരുകയും ചെയ്യും. ചിലർ നോക്കത്തില്ല, പാസ് ചെയ്ത് കയറി പോവുക. പലപ്പോഴും വണ്ടികൾ അവിടെ കിടന്നാൽ സിഗ്നൽ ലൈറ്റ് ഉണ്ടെങ്കിലും അപ്പുറ സൈഡിൽ കാണത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിരട്ടക്കോണത്താണ്, കൊട്ടാരക്കര ചിരട്ടക്കോണത്താണ്. ചിരട്ടക്കോണത്തെ ഒരു സിഗ്നലുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമായ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ സിഗ്നലിന് ഇത്ര വിവാദം എന്നുള്ളത് അറിയാനാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ഈ സിഗ്നലിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലാണ് അത്തരത്തിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ ചിരട്ടക്കോണം ജംഗ്ഷനിലാണുള്ളത്. ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സിഗ്നൽ ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ചേട്ടനെ പറയുന്നത് വേണം എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജംഗ്ഷൻ താഴ്ന്ന പ്രദേശമാണ്. തെക്കുന്നും വടക്കുന്നും വരുന്ന വണ്ടികൾ ഈ കയറ്റം കയറാനായിട്ട് വളരെ സ്പീഡിലായിരിക്കും വരുന്നത്. അവർ ഗിയർ ചേഞ്ച് ചെയ്യാതെ വരും. അപ്പോഴേ ബൈപ്പാസിൽ വരുന്ന തളച്ചറയിൽ നിന്ന് വരുന്ന വണ്ടികൾ അവർ കയറി വന്നാൽ ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാവും. അതുപോലെ പനവേലിയിൽ നിന്ന് വന്നിറങ്ങുന്ന വണ്ടികളും ഇതൊരു 4 മുക്ക് ജംഗ്ഷനാണ്. 4 റോഡ് വന്ന് ചേരുന്ന സ്ഥലമാണ്. ഇവിടെ സിഗ്നൽ ആവശ്യമാണ്. പക്ഷേ ഈ സിഗ്നൽ ആവശ്യമുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്നത് വണ്ടികൾ വന്ന് വെറുതെ ഇങ്ങനെ അടയ്ക്കണം. അങ്ങോട്ട് വണ്ടി പോകില്ല, ഇങ്ങോട്ട് വണ്ടി പോകില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആവുക പോലെ. അപ്പോൾ എല്ലായിടത്തും വേസ്റ്റ് ആവില്ലേ? ഇത് ഇവിടെ മാത്രമല്ലല്ലോ വേസ്റ്റ് ആവുന്നത്. നമ്മൾ എവിടെ പോയാലും കൊട്ടാരക്കര ജംഗ്ഷനിൽ പോയാൽ നിങ്ങൾ എത്ര മണിക്കൂർ ചിലപ്പം കിടക്കേണ്ടി വരും. ആയൂർ ജംഗ്ഷനിൽ പോയാൽ എത്ര മണിക്കൂർ കിടക്കേണ്ടി വരും. ഇത് ആളുകൾക്ക് എന്തഭിപ്രായം പറയാം. ഇവിടെ ഒരു സിഗ്നൽ ആവശ്യമാണ്, അല്ലെങ്കിൽ 100% ആവശ്യമാണ്. ഓക്കെ ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ സിഗ്നൽ സിസ്റ്റം എങ്ങനെയാണ്? ഈ താഴ്ന്നു വരുന്ന വണ്ടികൾ ചിലപ്പോൾ സിഗ്നൽ ആവുന്നതിന് മുമ്പിനെ എടുത്ത് കയറി പോരുകയും ചെയ്യും. ചിലർ നോക്കത്തില്ല, പാസ് ചെയ്ത് കയറി പോവുക. പലപ്പോഴും വണ്ടികൾ അവിടെ കിടന്നാൽ സിഗ്നൽ ലൈറ്റ് ഉണ്ടെങ്കിലും അപ്പുറ സൈഡിൽ കാണത്തില്ല. ഇല്ല. അതെ എന്ന് വെച്ചാൽ പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ, നോക്കത്തില്ല. ചിലത് ഇവിടുന്ന് വരുമ്പോഴേ പാസ് ചെയ്ത് കയറി പോകത്തുള്ളൂ. അന്നേരത്തേക്ക് ഇവിടുന്ന് വരും വണ്ടികളെല്ലാം. എന്തിനാണ് ഒരു സിഗ്നൽ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടോ? അതെ, കാരണം 2 ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നടന്നു. സിഗ്നൽ നല്ലതാണ്, എല്ലാവരും നോക്കി കണ്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലാത്ത പക്ഷേ വലിയ റോഡുകളിൽ പോലും നമുക്ക് കാണാത്ത രീതിയിലാണ്. അതെ. ഒരു സിഗ്നൽ ഉള്ളത് നല്ലതാണ്. ഒത്തിരി ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നടന്നതാണ്. ടൗണിൽ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഉണ്ട്. ഇവിടെ ഒരു ടിപ്പർ അടിച്ച് 2 മരിച്ചില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതാണ്. ഇപ്പൊ സിഗ്നൽ ആയപ്പോഴത്തേക്കും വലിയ ആക്സിഡന്റ് നടന്നിട്ടില്ല. സിഗ്നൽ വന്നത് ഒരു നല്ല കാര്യമാണ്. ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ ഒഴിവാക്കും. പിന്നെ ഇപ്പം പഴയതുപോലെയല്ല, ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ ചട്ടക്കോണത്ത് ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ വരുന്ന പോകുന്നതൊക്കെ ഇപ്പോൾ ഈ സിഗ്നൽ വന്നതിന് ശേഷം അറിയുന്നത്. എല്ലാ റൂട്ടിലോട്ടും ഇഷ്ടംപോലെ വണ്ടികളാണ് പോകുന്നത്. ആരും ഇതുവരെ സിഗ്നൽ വെട്ടിച്ച് ഇതുവരെ പോയിട്ടില്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ലൊരു ഇതായിട്ടാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിരട്ടക്കോണത്തെ ഈ റോഡ് ശരിക്കും 4 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്ന റോഡാണ്. വളരെ തിരക്കേറിയ റോഡ് തന്നെയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ശരിക്കും ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയങ്ങളിൽ സിഗ്നൽ ഇല്ലാതിരുന്ന സമയത്ത് ആണ് തടി ലോറിയുമായി വന്ന ഒരു വാഹനം കാറിലിടിക്കുകയും ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഈ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സിഗ്നൽ വെച്ചിരിക്കുന്നത്. ഈ സിഗ്നൽ ശരിക്കും വലിയ രീതിയിൽ ഇവിടുത്തെ നാട്ടുകാർക്കും ഈ വാഹനങ്ങൾക്കും ഒക്കെ തന്നെ പ്രയോജനമുണ്ട്. അതോടൊപ്പം തന്നെ അപകടങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിച്ചു. ശരിക്കും വലിയ റോഡുകളിൽ, തിരക്കേറിയ നാഷണൽ ഹൈവേ പോലുള്ള വലിയ റോഡുകളിൽ കാണുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരിക്കലും ശാസ്ത്രീയത ഇല്ലാത്ത രീതിയിലല്ല, തീർത്തും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ റോഡ് നിർമ്മാണത്തിൽ ഈ ഒരു ട്രാഫിക് സിഗ്നലുള്ള പങ്ക്. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം വിൽവനിസൻ വിസ്മയ.